അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മഞ്ചേരിയിലുള്ള വിശേഷങ്ങളായിട്ടാണ്. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നീന് വന്നു, നീനുവിൻ്റെ ഒപ്പം തന്നെ നുജുമു വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ രാത്രി തന്നെ ഞങ്ങൾ നുജുമിൻ്റെ ഒപ്പം വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് കണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കാണാത്തവരുണ്ടാകും അറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഇതാ എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ സമയം 10 മണി ആകാറായി. ഇമ്മ വന്നിട്ടുണ്ടും എന്ന് വാതിൽ മുട്ടിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നീന വന്നിട്ടില്ല. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, അവൾ നല്ല ഉറക്കമാണ്. ഞങ്ങൾ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഇരുന്ന് അങ്ങോട്ട് സിനിമ കണ്ടു. അപ്പോൾ മോളുവിൻ്റെ വീട്ടിലൊരു ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ മരണമാസം എന്നുള്ളൊരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു ബേസിൻ്റെ. അതിനെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് മുഴുവനാക്കാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ഇവിടെ സോണി ലൈവ് തപ്പി നോക്കിയപ്പോൾ അത് കണ്ട് അതിൻ്റെ ബാക്കിയും കൂടി മുഴുവനാക്കി കണ്ടപ്പോൾ നല്ല രസമുള്ള ഫിലിമാട്ടത്. അടിപൊളിയായിട്ട് ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു പാടാണ്. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടിരുന്നപ്പോൾ എല്ലാവരും കിടന്നപ്പോൾ 2 മണി. അമ്മ മാത്രം വേഗം പോയി ഉറങ്ങി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് പാടിയതാ മുകളിലേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. കാരണം എന്താ, ഇവിടെയാണ് നമ്മുടെ വെയിറ്റ് മെഷീൻ. അപ്പോൾ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി ഇവിടുന്ന് അങ്ങനെ കയറിപ്പോയതാട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ലോകമാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഒരു നാത്തൂൻ്റെ കലാവിക്രസുകളാണ് ഈ കാണുന്നതൊക്കെ. അവളെ മീഷോന്നും മിന്ത്രയെന്നും അങ്ങനെ ഓൺലൈനായിട്ടുള്ള എല്ലാ സംഭവങ്ങളിൽ നിന്നും ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോന്നോരോന്ന് ഓർഡർ ചെയ്ത് ഇതേപോലെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് കണ്ടോ. ഇതൊക്കെ അവൾ വാങ്ങിയതാട്ടോ. ഇങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ അടിപൊളിയാക്കി ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് അവളുടെ പ്രധാന ഹോബി. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക നുജും ഇവിടെ ഉണ്ട്. അവനെന്ന് ലീവാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഇതാ ഈ ഒരു ജോലി, അവൻ്റെ ജോലി ഇവിടെ ഉണ്ടാവും. കുറച്ച് തിരക്കുണ്ട് അവന്. അപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കാണുന്ന സംഭവങ്ങളൊക്കെ നീലു എടുക്കൂലേന്ന്. നീലു പറയുന്നത് അവരുടെ ഒരു കുഞ്ഞു വിത്താണ്. അപ്പോൾ അവൻ ഇതൊന്ന് തൊടൂലേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവനിതെടുക്കും, ഞാൻ പിന്നെ അതുപോലെ വെക്കും, പിന്നെ എടുക്കും, പിന്നെ അതുപോലെ വെക്കും, ഒരു 10 വട്ടെങ്കിലും ഒരു ദിവസം അങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇതാ വെയിറ്റ് നോക്കാൻ വന്ന്. അപ്പം നമ്മളുടെ വെയിറ്റ് ഇന്ന് 95.6 ആയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും കൂടിയിരിക്കുകയാണ്. അതിന് വെയിറ്റ് മെഷീൻ, ഇവിടുത്തെ വെയിറ്റ് മെഷീനും അവിടുത്തെ വെയിറ്റ് മെഷീനും തമ്മിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും ഞാൻ വെയിറ്റ് നോക്കിയിട്ടിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഞങ്ങളെല്ലാവരും ഇപ്പോൾ വെയിറ്റ് നോക്കിയിടുന്നതുകൊണ്ട് നോക്കുക എന്നുള്ളത് ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് കൂടുതൽ കണ്ട് ഇപ്പോൾ എനിക്ക് അതൊരു ശീലമായിട്ടോ. കാരണം ഞാനിപ്പോൾ അധികമൊന്നും ഫുഡ് കഴിക്കണില്ല. ഞാൻ എന്താ കഴിക്കണതെന്ന് എനിക്കറിയാം. എത്രത്തോളം കുറവാണ് കഴിക്കണതൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ വെയിറ്റ് ഇങ്ങനെ കൂടുകയാണ്. ഇനിയിപ്പോൾ എന്താ ഹോർമോൺ ചേഞ്ചിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പീരീഡ്സ് ആവാത്ത, ഇതുവരെ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല, 1 മാസം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ സംശയിക്കും എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഇല്ല, ഒന്നുമില്ല, ഞാൻ പ്രസവം നിർത്തിയതാണ് ഗുയ്സ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേ ചിലപ്പോൾ വണ്ണം കൂടിയതിൻ്റെയോ കൊഴുപ്പടിഞ്ഞതിൻ്റെയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ടാവാം. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എനിക്കങ്ങനെ വരാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ കഴിഞ്ഞ മാസം വരാത്തതും കൂട്ടി പിറ്റേ മാസം ഇങ്ങോട്ട് വരും കേട്ടോ. അതുകൊണ്ട് അത് അങ്ങനെയൊക്കെ ആവുമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. പിന്നെ അപ്പോൾ അതുകൊണ്ടാവും വെയിറ്റ് കുറയാത്തത്. അപ്പോൾ ഞാനതിപ്പോൾ മൈൻഡ് ചെയ്യണില്ല. വെയിറ്റ് കുറയാത്തതൊക്കെ ഇപ്പോൾ ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഡയറ്റ് അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വെയിറ്റിന് തോന്നും ഒന്ന് കുറയുമ്പോൾ കുറയട്ടെ എന്നുള്ള ഒരു രീതിയിൽ പോകണം. അപ്പോൾ ഞാൻ നേരെ മുഖമൊക്കെ കഴുകി തേച്ചത് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ എന്തൊക്കെയാണ് ഇന്ന്, നല്ല ഇഡ്ഡലി ഉണ്ട്, പിന്നെ അതിലേക്ക് മമ്പയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉച്ചക്കൊക്കെയുള്ള ബിരിയാണി മസാല, ബിരിയാണി ചിക്കനിൽ തേച്ച് വെച്ചിട്ടുണ്ട്, മുട്ട ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. ഇത്രയധികം മുട്ട എന്തിനാ വെച്ചാൽ ഞങ്ങളെല്ലാവരും ഇവിടെ നുജൂമും ഞാനും ഒക്കെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പോലെ കീറ്റോ ഡയറ്റാണ് അവർ. അപ്പോൾ അവരുടെ എപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്താലോ എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെയ്താലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഒരാഴ്ച ഒന്നും കൂടി നമ്മളൊന്ന് നോക്കാമെന്ന് കരുതി, ഈ മാസം ഒന്ന് മുഴുവനാക്കാമെന്ന് കരുതി. ഇല്ലെങ്കിൽ വെയിറ്റ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് 1-ാം തീയതി തന്നെ കീറ്റോ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാന്. അങ്ങനെ പോലെ. അപ്പോൾ ഞാൻ ഇന്നലെ എന്തിനാണ് അർജൻറ്റായിട്ട് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പാക്ക് ഡോക്ടറെ കാണിക്കണം, പിന്നെ നീനുവിൻ്റെ
പിന്നെ ഡിഗ്രീൻ്റെ ഡിസ്റ്റൻ്റായിട്ട് ചെയ്യണം. അതിൻ്റെ ഫീസ് അടക്കാനുണ്ട്. അത് മഞ്ചേരിയാണ് കേട്ടോ അവിടെ. പിന്നെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ വന്ന് അത് അടക്കണം. പിന്നെ നീനു എവിടേക്കും പോകാതെ അവൾക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു ചടപ്പല്ലേ. അപ്പം അമ്മ അങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഒന്ന് ഇന്ന് ഇങ്ങോട്ട് പോരുന്നത്. അപ്പം എന്നാൽ അങ്ങോട്ട് പോവാം. അങ്ങനെയൊക്കെയുള്ള ഓരോ കാരണങ്ങൾ കൊണ്ടാണ് വന്നത്. അപ്പോൾ നീനിപ്പോൾ എഴുന്നേറ്റ് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അവൾ പല്ലും മുഖമൊക്കെ കഴിയുമ്പോഴത്തേന് ഞങ്ങൾ നേരതാ പോവാണ്, പന ഹോസ്പിറ്റൽ കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോകണം. എന്താ വെച്ചാൽ നുജും ഞങ്ങൾ ആക്കിത്തരാൻ പോവാണ്. ഞാൻ ഇനി ഇപ്പാനെ അപ്പോൾ നുജും പറഞ്ഞു ഞാനും ഹോസ്പിറ്റലിലേക്ക് പോരാ, ഡോക്ടറെ കാണിക്കാൻ ഞാനും ഒപ്പം പോരാന്ന്. ഞാൻ പറഞ്ഞു എന്തിനാണ് വെറുതെ അവിടെ ഇങ്ങനെ കട്ട പോസ്റ്റായിട്ട് നിൽക്കണ്ടല്ലോ, ഞാൻ പോകുമ്പോൾ ഞാൻ എന്നെ മതി, ഞാൻ ഇപ്പാനെ ഡോക്ടറെ വന്നോളാം, ഈ എൻ്റെ വർക്കൊക്കെ തീർത്ത ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഫിലിമിന് പോവാമല്ലോ. അപ്പോൾ എൻ്റെ പണിയൊക്കെ തീർത്ത് ഞങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റായി നിൽക്കുക, അപ്പോഴേക്കും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നുജുമായി പോരുന്നത്. പിന്നെ നീലു ഞാൻ എന്തിനാണ് പോരുന്നത് വെച്ചാൽ ഞങ്ങൾ വണ്ടിക്ക് കയറിയപ്പോൾ നീലു കരഞ്ഞു. കരഞ്ഞപ്പോൾ പിന്നെ അവനും കൊണ്ടുപോകാമെന്ന് കരുതി. പക്ഷേ ഇങ്ങോട്ട് പോരുമ്പോൾ അവനുണ്ടാവില്ല, അവൻ ഒറ്റയ്ക്ക് പോരണ്ടേ. അപ്പോൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അവൻ ചിലപ്പം വണ്ടിയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നുജുമ് പെട്ടു പോവില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, അവനെയും കൊണ്ട് പിന്നെ നാനിയും പോന്നു. അങ്ങനെ അവർ ഞങ്ങളെ കൊണ്ടാക്കി പോകുന്നതിന് ശേഷം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറൊക്കെ കാണിച്ച് നേരെ പിന്നെ ഇപ്പം മരുന്ന് വാങ്ങാൻ പോയപ്പോൾ ഞാൻ പോകുന്ന വീക്കിൽ കസവ് കേന്ദ്രയിൽ ഇറങ്ങി ഇപ്പം ഇങ്ങോട്ട് പോന്നു കേട്ടോ. മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഞാൻ കസവിലെ കേന്ദ്രയിലൊക്കെ കയറി ഒരു ചെറിയൊരു എന്താ പറയുക കുറച്ച് സാധനങ്ങൾ പർച്ചേസൊക്കെ നടത്തിയിട്ടാണ് വരുന്നത്. വരുമ്പോൾ നീലുവിന് ഞാൻ 2 ചോക്ലേറ്റ് അവന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഞാനൊരു ചെറിയൊരു കൊല്ലുമുട്ടായും ഒരു മുട്ടായി എന്താ പറയുക ചെറു ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നീനുവിനും കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഡയറ്റും പിന്നെ ഷുഗറും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ആർക്കും വാങ്ങിയില്ല, ഇവർക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതൊക്കെ വാങ്ങി പോന്നു. അപ്പോൾ നീനും ഞാൻ അങ്ങോട്ട് എന്തോ വാങ്ങാൻ പോകുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവൾ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കുഞ്ഞ് പാൽസരം വാങ്ങിത്തരും അമ്മച്ചിയെ, പാൽസരം ഇടാനൊരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്ക് മാത്രം വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതും മോനും ഓക്കും ഇങ്ങനെ കുഞ്ഞ് നൈസായിട്ടുള്ള സിമ്പിളായിട്ടുള്ളതാണ് എല്ലാം ഇവർക്ക് ഇഷ്ടം കേട്ടോ, എനിക്കും. അപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ടാവാം അവർക്കും അങ്ങനെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞാൻ നീനുട്ടിക്ക് അത് വാങ്ങി. അപ്പോൾ അതിനൊപ്പം ഇതുമോനും വാങ്ങി. പിന്നെ ഓക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു. ലിപ്സ്റ്റിക്ക് കാണാമല്ലോ, പുതിയതിപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കാണാമല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് വാങ്ങി. പിന്നെ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികൾ, നല്ല തുണികൾ, അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. കസവ് കേന്ദ്രയിൽ നിന്ന് കുറച്ച് തുണികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കുറഞ്ഞ വിലയിൽ നല്ല ക്ലോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഞാൻ എത്തിയപ്പോഴേക്കും ഒരു 1:30 സമയമായിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ ഇമ്മ ഫുഡ് കഴിച്ചോളി എന്നിങ്ങനെ പറയുന്നുണ്ട്. രാവിലെ ഞാൻ പോയപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറയാൻ വിട്ടതാണ്. പോകുന്ന തിരക്കിൽ ഞാൻ ഒരു ഗ്ലാസ് ചായയും പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വരും കരുതിയിട്ട് ഞാൻ ഒരു മുട്ടയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ബുദ്ധിമുട്ടാവില്ല, വിശക്കൂല എന്ന് കരുതിയിട്ട് ഞാൻ കഴിച്ചത്. എനിക്കങ്ങനെ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പോകുമ്പോൾ ചായ മാത്രം കിട്ടിയാൽ തന്നെ സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഞാൻ ആ സമയം അവിടെ ഡോക്ടറെ അടുത്ത് എത്ര നേരം നിൽക്കേണ്ടി വരും എന്നറിയില്ല. പിന്നെ നമുക്ക് കുറച്ച് കസവ് കേന്ദ്രം കയറാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു മുട്ടയും ചായയും കുടിച്ചാൽ പോയത്. പിന്നെ ഒരു 1:30 വന്നാണ്ട് ഇതവിടെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് കഴിക്കണമെന്ന് വെച്ചാൽ ഇമ്മന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും വന്നതല്ലേ. അപ്പോൾ എല്ലാവരും നല്ല നീന് വന്നതല്ലേ. അപ്പോൾ നീനിന് വേണ്ടി സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മസാലയും പിന്നെ നല്ല തൈരും പിന്നെ ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതും അതായത് കൈപ്പങ്ങ പൊരിച്ചതുമാണ് ഇന്ന് അവർക്ക് കീറ്റോക്കാർക്ക് ഉണ്ടാക്കിയ ഫുഡാണ് ഞാനും കഴിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചായ മാത്രമേ ഉള്ളൂ കീറ്റോ ഫുഡിൽ നിന്ന് അതല്ല തെറ്റുന്നത്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ചായ മാത്രമാണ് ഇതിൽ തെറ്റിയിട്ട് കയറ്റുമെന്ന് കഴിക്കുന്നത്. ബാക്കിയൊക്കെ കീറ്റോ ഫുഡ് തന്നെയാണ്. എനിക്കത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് ചോറിനോടോ ചപ്പാത്തി അങ്ങനെ വലിയ കമ്പമൊന്നുമുള്ള ആളല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിത് അവർക്ക് ഉണ്ടാക്കിയതാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് അത് കഴിച്ചത്. അപ്പോൾ ഞാനിത് അപ്പത്തിൻ്റെ ഫോട്ടോ എടുത്തൊക്കെ ജ്യോതിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ചെറിയൊരു ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞങ്ങൾ 2:30 ആയപ്പോൾ 3:30 സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നുജൂമിൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്ത് ഞങ്ങൾ 3:30 സിനിമയ്ക്ക് പോയി. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ കാണുന്നത് നിങ്ങൾ വിചാരിക്കും പ്രിൻസ് ആണോ എന്ന്. പ്രിൻസ് അല്ല, നമ്മൾ സർക്കീറ്റാണ് കാണുമെന്ന്. ആസിഫ് അലീൻ്റെ സർക്കീറ്റ് കേട്ടോ. സർക്കീറ്റ് കാണാമെന്ന് കരുതി. അടിപൊളി മൂവിയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഞാൻ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കാരണം ഞങ്ങൾ നീനുൻ്റെ ഫീസ് അടക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾ പുറത്തൊക്കെ പോയി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നു കേട്ടോ. പിന്നെ സിനിമക്ക് 3:30 ബുക്ക് ചെയ്തു. കാരണം നീനുവിന് ഞങ്ങൾക്ക് പോകണമല്ലോ, തിരിച്ച് പോകണം. 6 മണിയൊക്കെ ആവും. പിന്നെ
രാത്രി പോകണം എന്നുള്ളതുകൊണ്ട് ഇനി രാത്രി സിനിമക്ക് പോയില്ല പറ്റ ലേറ്റ് ആവണ്ടല്ലോ എന്ന് കരുതി 3:30 ബുക്ക് ചെയ്തതാണ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് എന്ത് പഠിച്ചോനെ ഇത് ഓൾക്ക് ടിക്കറ്റ് അല്ല അവൾക്ക് പൈസ കൊടുത്തിട്ടില്ല, ഫീസ് അടച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ നുജും എന്ത് ചെയ്തു, ഒരു 2:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാൾ മാത്രമായിട്ട് നേരെ പോയി നീനുൻ്റെ ഓഫീസിൽ പോയി അവിടെ ഫീസൊക്കെ അടച്ച് അവിടെ നിന്ന് കുറച്ച് ലേറ്റായി, വണ്ടി പാർക്ക് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് കുറച്ച് ഡിലേ വന്നു കേട്ടോ. അപ്പോൾ വന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നുജുമിനോട് ഞാൻ നേരെ തിയേറ്റർക്ക് പോയിക്കോളാം, ഗജി പോയിക്കാണ്ട് അപ്പോക്കിന് അമ്മാനി എല്ലാവരെയൊക്കെ ഞാനെയൊക്കെ പിക്ക് ചെയ്ത് വാ, അപ്പോഴേക്കും ഞാൻ ടിക്കറ്റൊക്കെ വാങ്ങി സെറ്റായി നിൽക്കുക, അല്ലെങ്കിൽ നമുക്ക് സിനിമ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് ഞാൻ നേരെ ഇങ്ങനെ ഇന്ത്യൻ മാൾക്കും പോകുന്നു. നേരെ അവിടുന്ന് ഞാൻ ഓട്ടോക്ക് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അവൻ നേരെ ഇമ്മാനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. ഞാൻ ഇതുവരെ തനിച്ച് ലിഫ്റ്റിലൊന്നും കയറിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ലിഫ്റ്റിൻ്റെ ആ വർക്കും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് എവിടുന്നോ ഒരു ധൈര്യം വരുമല്ലോ. ആ ധൈര്യത്തിൽ വലിയ ലിഫ്റ്റിലൊക്കെ കയറി എന്താ പറയുക ഫോർത്ത് നെക്കി അവിടെ എത്തി നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ പോരാത്തതിന് എല്ലാവർക്കും വേണ്ടല്ലോ, ഒക്കെ ഡേറ്റ് ആയതുകൊണ്ട് ഇതും മോനും നീനോനും ഇനി ഉമ്മാക്കും ഇപ്പാക്കും മാത്രം മതി ഇങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ 3 പോപ്കോണും പിന്നെ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് 2 പോപ്കോണും, ഒന്ന് ഇതുമൂന്നും ഒന്ന് പിന്നെ ഉമ്മാക്കുമാണ് കേട്ടോ. പിന്നെ നീനുട്ടിക്ക് ഒരു പ്രിങ്കിൾസ് മതി എന്ന് പറഞ്ഞാൽ അതും വാങ്ങി. അങ്ങനെ ഞങ്ങൾ ഫിലിം കാണാൻ പോയി. അടിപൊളി മൂവിയാണ്. ഇപ്പോൾ ഇത് ഇൻ്റർവെല്ലാണ് ഈ സമയം. അപ്പോൾ നീല എൻ്റെ മേത്താണ്, നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞു. അധികം തിരക്കോ കുത്തി ബഹളമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി സിനിമയാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. പിന്നെ അത് മാത്രമല്ല പേരൻസ്, നമ്മളിപ്പോൾ പുതുതായിട്ട് പേരൻസായ മക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത എന്നുള്ള അമ്മമാർ നമ്മൾ ഈ മക്കളെ വികൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു നല്ലൊരു ഫിലിമാണ്. അങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. എനിക്കൊരുപാട് ഇഷ്ടമായി. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിങ്ങനെ ആസിഫലിൻ്റെ മൂവിയല്ലേ, അപ്പോൾ ദിലീപിൻ്റെ മൂവി കാണാമെന്നൊക്കെ. ദിലീപിൻ്റെ മൂവി തുത്തു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല അവൾക്ക്. അവൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് സർക്കിറ്റിന് പോകാം. ആസിഫലിനെ എനിക്ക് ആദ്യം ഇഷ്ടമാണ്, ദിലീപിനെങ്ങാണ് ഇഷ്ടമുള്ളത് ആസിഫിലായതുകൊണ്ട് ഞങ്ങൾ അതിന് പോയതാണ്. പക്ഷേ പൈസ മുതലായി എന്ന് തന്നെ പറയാം. നല്ലൊരു അടിപൊളിയായിട്ടുള്ള നൈസായിട്ടുള്ളൊരു മൂവിയായിരുന്നു. അങ്ങനെ അത് കണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഈ ഒരു കാറിൽ കുത്തിക്കെട്ടി പോവുകയാണ് മക്കളെ. ഞാൻ ഇമ്മ നേന ബാക്കിലിരുന്നിട്ടുണ്ട്. എൻ്റെ മടിയിൽ ഇതുമുണ്ട്, പിന്നെ ഇമ്മാൻ്റെ മടിയിൽ നീനുട്ടുണ്ട്, പിന്നെ മുന്നിൽ ഇപ്പയും നുജുമും ഇപ്പാൻ്റെ മടിയിൽ നീലുമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരു വലിയൊരു വലിയൊരു വണ്ടിയിൽ കയറാനുള്ള ആൾക്കാർ ഈ കുഞ്ഞു വണ്ടിയിൽ കയറി എങ്ങനെയൊക്കെ, പിന്നെ കുറച്ചുള്ളൂ പോകാൻ, ഒരു 5 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയി വീട്ടിലെത്തിയ 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം നമ്മൾ ഇപ്പോൾ സ്ട്രിക്റ്റ് ആക്കിയതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ പിന്നെ നുജൂമിനൊക്കെ എന്താ പറയുക അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൽക്ക് കഴിക്കാൻ ഒരു കിറ്റ് ആയതുകൊണ്ട് ലേശം അണ്ടിപ്പരിപ്പ് ഇങ്ങനെ പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ഞാൻ ഇങ്ങോട്ട് എടുത്തു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അണ്ടിപ്പരിപ്പ് 2 എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അങ്ങനെ ആപ്പിൾ വാങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. ഇവരിവിടെ ഹീറ്റൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് പിന്നെ അങ്ങനെ ഇല്ല. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാനും ആർക്കും വലിയ മൂടൊന്നും ഉണ്ടാവില്ലല്ലോ. എപ്പോഴും ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫ്രൂട്ട്സിനൊന്നും ഇപ്പോൾ വലിയ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ പോരിന് വയ്ക്കുന്നു. ആപ്പിൾ നുജുമ് വാങ്ങിയെന്നതാണ്. ആപ്പിൾ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ജ്യോതിക്കുട്ടി. അപ്പോൾ ഞാനത് വാങ്ങി ഇങ്ങനെ പോന്നു. അങ്ങനെ അത് കഴിച്ച് ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് അതവിടെ നമ്മളെ ഐറൂസും മോളും പിന്നെ അൻസാറൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് വന്നതാണ്. അപ്പോൾ സമയം ഒരു 7-8 മണിയൊക്കെ ആയിട്ടുണ്ട്. അവർ വന്ന ഉടനെ തന്നെ അമ്മമ്മാൻ്റെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ വിളമ്പി കൊടുത്തു. അതൊക്കെ കഴിക്കാനിരുന്നിട്ടുണ്ട്. ഞാൻ നിലൂനും പിന്നെ ഐറൂസിനും കൂടി വാരി കൊടുത്തിട്ടോ. 2 നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ബിരിയാണി ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ 2 നല്ല വയറ് നിറച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ നീനുട്ടിയാണെങ്കിൽ നിലൂനെ ഐറൂനെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ല. അപ്പോൾ എല്ലാവരും എടുത്ത് ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കലും പരിപാടിയും ഇവിടെ ഫുഡ് അടിയും
അവർക്ക് ഫുഡ് കൊടുക്കലും അങ്ങനെയായിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഇവരിപ്പോൾ പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് വരും കേട്ടോ, എന്നെ കൊണ്ടുപോകാൻ എൻ്റെ കെട്ടിയവൻ വരും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നീനുവിനാണെങ്കിൽ നാളെ ഇന്നത്തോടു കൂടി ആ ലീവ് കഴിഞ്ഞു, ഒക്കെ ഒരു ദിവസമല്ലേ ലീവുള്ളൂ. അപ്പോൾ ഇന്നത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ എന്ത് ചെയ്യണം, രാവിലെ പോകണം. 9 മണിക്കാണ് ഡ്യൂട്ടി. 9 മണിക്കായതുകൊണ്ട് നമുക്ക് 7-7:30 പോകണം. പോകാനുള്ളത് കൊണ്ട് നേരത്തെ പോകണം. പക്ഷെ ഇപ്പോൾ സമയം 10 മണി 9 മണി 10 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. ഉപ്പച്ചിനെ കാണാനല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ മോള് വന്നപ്പോൾ ഞാൻ മോളിനോട് പറഞ്ഞു, മോളോ ഈ നല്ല മെലിഞ്ഞിക്കണ് എന്നൊക്കെ പറയുന്നുണ്ട്, നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ മെലിഞ്ഞതൊക്കെ ഞാൻ തടിക്കുന്നുണ്ട് ഉമ്മച്ചി നല്ല തീറ്റാണ്. ഇപ്പോൾ ആ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ 2 ദിവസമായിട്ട് പുറത്ത് പോലും കറങ്ങലും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കേക്കും കാര്യങ്ങളൊക്കെ കഴിച്ചതുകൊണ്ട് വീണ്ടും വെയിറ്റ് കൂടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. അപ്പോൾ നാളെ മുതൽ എന്തായാലും ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് കേട്ടോ. അതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നല്ല ശ്രദ്ധിച്ചു, എല്ലാവരും നല്ല സ്ട്രിക്റ്റ് ഡയറ്റിലാണ്, നീയും കൂടി ശ്രദ്ധിക്കാതെക്കരുതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ഇവിടെ എല്ലാവരും പെരും കളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോകാനുള്ള തിരക്കായി. അപ്പോൾ ഐറൂസ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓടാണ് കേട്ടോ. അപ്പോൾ അവിടെ ലേറ്റ് ഇടാത്തതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ ഇരുട്ട്, പിന്നെ അവന് പേടിയായതുകൊണ്ട് ഇതാ ഇങ്ങോട്ട് തന്നെ ഓടി വരുന്നുണ്ട്. മോളൊക്കെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഐറൂസിന് പാല് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു കുപ്പിപ്പാൽ തിളപ്പിച്ച് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നുജുമും അൻസാർ അവിടെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ വർത്താനമൊക്കെ കഴിഞ്ഞപ്പോൾ പോകാൻ സമയം 10-10 അപ്പോഴും എൻ്റെ കിട്ടിയോ വന്നിട്ടില്ല ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ മോളിങ്ങ് വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ, ഇപ്പച്ചി വരുന്നുണ്ടോ, ഐറൂനെ ഞങ്ങളെന്നാലും ഇപ്പച്ചി വന്നിട്ട് പോകാമല്ലോ, ഐറൂനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ടായിന്. പക്ഷേ അവിടെ എന്തൊക്കെയോ ഒരു ചൊറയിൽ പെട്ടിട്ടുണ്ട് എൻ്റെ കിട്ടിയനെ. അപ്പം നേരം വെക്കണ്ട, ഈ പോവാണെങ്കിൽ പൊയ്ക്കോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മനയിൽ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 3 ആൾ ഇമ്മ പിന്നെ ഞങ്ങളിങ്ങനെ 3 തലമുറയാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെ ആവും പറഞ്ഞിട്ട് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഇതാ കുറേ നേരം കാത്തുനിന്നിട്ടും ഇപ്പച്ചിനെ കാണാത്തതുകൊണ്ട് മോള് പോവാണ് കേട്ടോ, തിരിച്ച് പോവാണ്. അപ്പോൾ തന്നെ സമയം 11 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അവർക്ക് പോവാണെങ്കിൽ ഇനി അവിടെ എത്തി നേരെ നല്ല ലേറ്റ് ആയില്ലേ, ഉറങ്ങുമൊക്കെ വേണ്ടേ. അപ്പോൾ അവർ പോവാണ്ട്. പിന്നെ ഞങ്ങൾ ഓല് പോയതിൻ്റെ ശേഷം ഞാനും ഇമ്മി നുജുമും മുന്നിലിരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടോ. അപ്പോൾ നീലുവിനാണെങ്കിൽ പിന്നെ എന്താ പറയുക, ഇപ്പോൾ നാളെ ക്ലാസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചെറിയൊരു പ്ലേ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവന് നല്ല രാവിലെ നേരത്തെ എണീറ്റ് പോകാനുള്ളതുകൊണ്ട് അവന് ഉറക്കം വരുന്നുണ്ട്. നീലു എന്ന് പറയുന്നത് എൻ്റെ നുജുമിൻ്റെ മോനിട്ട. അപ്പോൾ അവന് ഉറക്കം വരുന്നതുകൊണ്ട് ഞാൻ വേഗം അവനെ ഉറക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഓളും പറഞ്ഞു ഞാനും ഉറങ്ങാണ് കേട്ടോ. ഓളിപ്പോൾ ഡ്രൈവിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവൾക്കൊണ്ട് ക്ഷീണം, അതുകൊണ്ട് 2 ആൾ ഉറങ്ങാൻ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം എന്താ മോള് പോയതിന് ശേഷം ഞങ്ങളിവിടെ കുറേ നേരം ഞാനും നുജുമും ഉമ്മയും ഇപ്പൊക്കെ ഇങ്ങനെ കുറേ സംസാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളും കുറേ നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് കുറേ വയസ്സായി. എനിക്കിപ്പോൾ 42 വയസ്സായി, നുജുമിന് 41 കേട്ടോ, 41 വയസ്സായി, നുജുമിന് 36 വയസ്സായി. പക്ഷേ അതൊന്നും ഇപ്പോഴും നമുക്ക് തോന്നൂല അല്ലേ. കാരണം നമ്മളിപ്പോഴും മാനിപ്പാനടുത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടികളായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് എൻ്റെ കെട്ടിയവൻ വന്നത്. സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയൊന്നും ചെയ്യാനില്ല, ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുപോകാനൊന്നും ഇല്ലാതൊന്നുമില്ല. അപ്പോൾ വേഗം കാറിൽ വെച്ച് ഞങ്ങൾ വേഗം പോവാണ്. കാരണം ഞങ്ങൾ എത്രത്തോളം വൈകിക്കുന്നു അത്രത്തോളം അമ്മാക്കും ഉപ്പാക്കും ഉറങ്ങാൻ ലേറ്റ് ആവുകയാണ്. നുജും പിന്നെ ഇവളൊപ്പം വന്ന് കണ്ടപ്പോൾ നുജുമിൻ്റെ ഹസ്ബൻഡിനെ അലയാക്കാന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ അലയാക്ക വന്ന് എന്നാൽ ഞാൻ പോവാട്ടോ അലയാക്ക, ഞാൻ ഉറങ്ങാട്ടോ എന്ന് പറഞ്ഞാൽ ഓൻ പോയി. കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കിയവന്, അങ്ങനെ ഓൻ പോയി. പിന്നെ ഇമ്മി ഞങ്ങൾ പോണവരെ വെയിറ്റ് ചെയ്ത് ഉറക്കം വെച്ചിട്ടുണ്ടല്ലോ കരുതി ഞങ്ങൾ പിന്നെ വേഗം പോയിട്ടോ. അപ്പോൾ ഇനി നാളത്തെ വീഡിയോ നമ്മുടെ വീട്ടിലായിരിക്കും. ഇപ്പം ഇന്നത്തെ